കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡിയുടെ കൈവശമുള്ള രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്രൈംബ്രാഞ്ച് ഹർജി കോടതി ശനിയാഴ്ച പരിഗണിക്കും. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായുള്ള പ്രത്യേക കോടതിയുടേതാണ് നടപടി. അതേസമയം കേസിലെ പ്രതികളായ PR അരവിന്ദാക്ഷന്റെയും CK ജിൽസന്റെയും ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയിൽ ഇഡി പിടിച്ചെടുത്ത രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ശനിയാഴ്ച പരിഗണിക്കാൻ മാറ്റിയത്. ഇഡിയുടെ കൈവശമുള്ള രേഖകളുടെ ശാസ്ത്രീയ പരിശോധന അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകിയത്. എന്നാൽ ക്രൈംബ്രാഞ്ചിന് രേഖകൾ കൈമാറരുതെന്ന് ഇഡി കോടതിയെ ബോധിപ്പിച്ചിരുന്നു. രേഖകളുടെ പകർപ്പ് കരുവന്നൂർ ബാങ്കിലുണ്ട്. ആവശ്യമുള്ള രേഖകൾ അവിടെ നിന്ന് എടുക്കാമെന്നിരിക്കെ രേഖകൾ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് കേസ് അട്ടിമറിക്കാനാണെന്നും ഇഡി വാദിച്ചിരുന്നു. രേഖകളിൽ ചിലത് ഇഡിയുടെ കൈവശവും മറ്റുള്ളവ കോടതിയിലാണ് ഉള്ളതെന്നുമായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ വാദം. ആവശ്യമുള്ള രേഖകൾ ഏതൊക്കെയെന്ന് വിശദമാക്കാൻ ക്രൈംബ്രാഞ്ചിന് കോടതി നിർദ്ദേശവും നൽകിയിരുന്നു. 162 രേഖകളാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കലൂർ PMLA കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. ജനം, കൊച്ചി.